എങ്ങനെയുണ്ടായിരുന്നു മൂവി? ഞാൻ പരിവാറാണ് കണ്ടത്. സൂപ്പർ മൂവി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എല്ലാ ഡയലോഗ്സിലും ഊരിലേക്ക് ഉപ്പേരി പോലെ കൗണ്ടർ ഡയലോഗ്സ് ഉണ്ട്. പൊന്നു ചിരിച്ച് ചാവും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഹിൽഡ എന്ന് പറഞ്ഞിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, സുമലത എന്ന ക്യാരക്ടർ. സോ അതിലൂടെ ഞാൻ കാണാൻ വന്നത്. അടിപൊളി മൂവി, സൂപ്പർ, ജസ്റ്റ് ലൈക്ക് ഇറ്റ്, വർത്ത് വാച്ചിങ്. താങ്ക് യു. ഫാമിലിയായിട്ട് കാണാൻ നമുക്ക് ടൈം പാസ്സാണ്. ചർച്ച ചെയ്യാൻ പറ്റിയൊരു വിഷയം തന്നെയാണ്. ഇക്കാലത്ത് എല്ലാവരും ഭയങ്കര കൃഷിയാണ്. കുടുംബമൊന്നും നോക്കാനുള്ള സമയം യുവതലമുറ കാണണം. പടം നല്ല പടമാണ്, ചിരിക്കാനുള്ള പടമാണ്. പെർഫോമൻസ് കാസ്റ്റിംഗ് ഒക്കെ നല്ലതാണ്. കാസ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഓരോ ഇടയ്ക്ക് വരുന്ന തഗ്ഗുകളാണ്. ഒന്നിനൊന്ന് കൗണ്ടർ തഗ്ഗുകളൊക്കെയാണ് ഉള്ളത്. എനിക്കൊന്ന് ഫാമിലി ഓഡിയൻസ് എന്തായാലും ഇഷ്ടപ്പെടും. ഇന്ദ്രൻസിയുടെ വെറൈറ്റി, അത് വെറൈറ്റി ആണല്ലോ, ഇപ്പോൾ പറയാനില്ല. ലെജൻഡറി, ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാ ആളുകളും. ആരും ഒന്ന് പുതിയതായിട്ട് തോന്നുന്നില്ല. പിന്നെ പലരുടെയും ഫേസ് നമുക്കൊക്കെ രജിസ്റ്റർ ആയിട്ടുള്ള ഫേസാണ്. അതുകൊണ്ട് എന്തായാലും ഉത്സവനും സഹോദരൊക്കെ അനുമോദനങ്ങൾ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെയ്ത പടമാണ്, അതുകൊണ്ട് കാണുമ്പോൾ നമ്മൾ സന്തോഷമുണ്ട്. നല്ല മൂവിയായിരുന്നു. ആസ്വദിച്ച് കാണാൻ പറ്റിയ ഫാമിലി എന്റർടൈൻമെന്റ്. ഇപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. എങ്ങനെയാണ് അഭിപ്രായം കേട്ടിട്ട്? നല്ല അഭിപ്രായമാണ്. പടം ഞാനും ഇപ്പോഴാണ് ഫൈനലായിട്ട് കണ്ടത്. കമ്പനി കണ്ടതാണ് ഐഡിയ. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇവരുടെ ജഗദീശന്റെ ഇന്ദ്രചട്ടയിലൂടെ ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റും. അവരുടെ ഏറ്റവും എല്ലാ ഐഡിയനായിട്ടാണ് അർജുനൻ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. എന്തുകൊണ്ടും ആദ്യാവസാനം നല്ല രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു കുടുംബചിത്രമാണ് പരിവാർ. നമ്മളെ ഒരു 90s ടൈപ്പ് മൂവീസൊക്കെ ആസ്വദിക്കുന്നത് നൊസ്റ്റാൾജിയ ടേസ്റ്റ്. അപ്പോൾ ഒരു നല്ലൊരു എൻ്റർടൈനറാണ്. നമുക്ക് നല്ലൊരു പ്രാധാന്യം കൊടുക്കുന്ന സിനിമയിൽ വിജയപാൽ സാറിൻ്റെ നല്ല മ്യൂസിക്കാണ്. ഒരു 5 പാട്ടുകളുടെ സിനിമയിൽ നല്ല പാട്ടുകളാണ്. അപ്പോൾ ഇതിനുള്ള ഒരു ഹാപ്പിനെസ് കണ്ടാൽ തന്നെ അറിയാം എല്ലാവരും പടം ആസ്വദിച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ആൾക്കുള്ള റെസ്പോൺസ് ഞാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും സോ മച്ച് എക്സൈറ്റഡ് ആണ്. താങ്ക് പടം കാണാൻ നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം. കണ്ടവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ചിരിക്കാനും കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനും ഫാമിലിയിൽ പല ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില റിയലൈസേഷൻസ് ഒക്കെ മീഡിയാസിൻ്റെ സിനിമ വയലൻസ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ചില നന്മകളും സിനിമയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫാമിലിയിലേക്ക് ഒരു റിയലൈസേഷൻ വരുന്നുണ്ട് മറ്റങ്ങളുടെ മൂല്യങ്ങളെ കുറിച്ചൊക്കെ. അപ്പോൾ എന്തായാലും പടം തിയേറ്ററിൽ തന്നെ കാണാം, സപ്പോർട്ട് ചെയ്യാം. ഇത് ഞാൻ നിഷ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. കണ്ടവർ അഭിപ്രായങ്ങൾ പറയാം. ഇതുപോലെ തന്നെ ഇതിലും കൊടുക്കുന്നത് അവസാനം വരെ ഇതിപ്പോൾ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബാക്കി സ്ത്രീകളൊക്കെ നല്ല വളരെ കാമായിട്ട് എല്ലാവർക്കും വടിയെടുത്ത് തലയടിച്ച് പൊളിക്കണം. അങ്ങനെ പെരുമാറുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. നല്ല റെസ്പോൺസിബിലിറ്റി എല്ലാവരും നല്ലൊരു ഫാമിലി എല്ലാവരും ഫാമിലിയോടൊപ്പം തന്നെ പോയി കാണുന്നത് മാത്രമായിട്ടാണ്. എല്ലാവർക്കും ലാസ്റ്റിലേക്ക് പോയി എല്ലാവരും പോയി കാണും. വളരെ നന്നായി, കുറേ ചിരിച്ചു. എൻ്റെ ആദ്യത്തെ പടമാണ്. എല്ലാവരും ഫാമിലിയോടൊപ്പം തന്നെ പോയി തിയേറ്ററിൽ കാണും. വളരെ നന്നായിരുന്നു. ഒരുപാട് ചിരിച്ചു. സോ എല്ലാവരും ഫാമിലിയോടൊപ്പം തന്നെ പോയി കാണണം. ഒരു കോമഡി മൂവിയാണ്. പിന്നെ ലാസ്റ്റിലേക്ക് കുറേ ഇമോഷണൽ മൊമെന്റ്സും എല്ലാം നമുക്ക് കാണാം. സോ ഫസ്റ്റ് മൂവി എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് സ്ക്രീനിൽ എന്നെ തന്നെ ഞാൻ കാണുന്നത്. സോ അതൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു.
ഓഡിയൻസിനോടൊപ്പം ഇരുന്നപ്പോൾ എങ്ങനെയുണ്ട്? ഓഡിയൻസിനോട് ഇത് കണ്ടപ്പോൾ ഓഡിയൻസിനോട് ഇപ്പോൾ വളരെയധികം ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാവരും ഇപ്പോൾ ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെയാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയൊന്നും വേറെ ഏതെങ്കിലും തിയേറ്ററിൽ പോയിട്ടൊന്നുമില്ല, അല്ലാതെ ഓഡിയൻസിൻ്റെ കൂടെ തന്നെ കാണണമെന്നാണ്. പ്രേക്ഷകരുടെ ഒപ്പം കാണുമ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ കണ്ടേക്കുന്നത് നമ്മുടെ ക്രൂവും കൂടുതലും ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ അടുത്ത ഷോ ഒക്കെ തൊട്ടിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതിന് വെയിറ്റ് ചെയ്യാണ്, വെയിറ്റ് ചെയ്യാണ് നെക്സ്റ്റ് ഷോയുടെ ഒക്കെ റിസൾട്ട്. കോമഡിയൊക്കെ വർക്കൗട്ട് തോന്നുന്നു. ചിരി ഉണ്ടായിരുന്നു, കൂടുതലും ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ പറ്റില്ല. അടുത്ത ഷോ ഒരു സെക്കൻഡ് ഷോ ഒക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം അറിയാൻ പറ്റും.